നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. പെട്ടെന്ന് സ്ക്രീൻ അങ്ങ് ലോക്കായി. തുറക്കാനുള്ള പാസ്വേഡ് ഒന്നും എനിക്ക് അറിയില്ലല്ലോ. എന്താ ശിവേട്ട ഇങ്ങനൊരു നോട്ടം? നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട്, അത് തന്നെ. ഇതൊക്കെ കൊണ്ടാ ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് ഇങ്ങോട്ട് വരുന്നില്ലാന്ന്. ഇതിനാണോ ആതിരെ നീ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? ഇങ്ങനെ അപമാനിക്കാൻ വെറുതെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കല്ലേ അച്ഛ. ഇങ്ങനെ കരയില്ല അമ്മേ. അമ്മ എനിക്ക് നല്ല വിശ്വാസ. നിനക്കുണ്ട്, പക്ഷെ വേറെ ആർക്കും ഇല്ലല്ലോ. കരയില്ല അമ്മേ. ദേ ആളുകളൊക്കെ നോക്കുന്നു. അതിനെ കുറിച്ച് കുറെ കുറ്റം പറയാൻ ആ സ്ത്രീ വിളിച്ചത്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കല്യാണം കഴിഞ്ഞ ഉടനെ ആതിരെ മറ്റൊരു വീടെടുത്ത് താമസം മാറാൻ പറയുന്നത്. അതിന്റെ കാരണമായിട്ട് അവർ പറഞ്ഞതാ അതിലും തമാശ. എന്നെ ദേഹോപദ്രവം ചെയ്യുന്നത് മറ്റുള്ളവരെ കാണരുതേ എന്ന് കരുതിയാണത്രേ. അത് നുണയാണെന്ന് കേട്ട ഉടനെ എനിക്ക് മനസ്സിലായി. വേറെ വീടെടുത്ത് താമസിക്കുന്ന കാര്യം അച്ഛനെ കൊണ്ട് ഞാനാണല്ലോ അവളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു അവതരണം ഉണ്ടായില്ല എന്ന് എനിക്കറിയാവുന്ന പോലെ നിനക്കറിയില്ലല്ലോ. അല്ല, നീ എന്താ ആലോചിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. കല്യാണ നിശ്ചയത്തിനെ കുറിച്ച്. പിന്നെ പിന്നെ അവര് പറഞ്ഞ കാര്യം പിശുക്കിനെ കുറിച്ചാ. ആ സ്ത്രീയുടെ പറച്ചിൽ കേട്ടാ തോന്നും എന്നെക്കാൾ പിശുക്കാണ് ആതിരെന്ന്. എന്റെ ഹരി, സ്ത്രീയുടെ മനസ്സും പുരുഷന്റെ ഭാഗ്യവും ദേവന്മാർക്ക് പോലും അറിയാൻ കഴിയില്ല, പിന്നാണോ മനുഷ്യന്മാർക്ക് എന്നൊരു ചൊല്ലുണ്ടേ. ആ കൂട്ടത്തിൽ നിന്നെ ഫോൺ ചെയ്ത പെണ്ണിന്റെ മനസ്സുണ്ടേ. വല്യേട്ടാ, ഒരു 3000 രൂപ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു അച്ഛൻ. 3000 രൂപയോ? എന്തിന്? 3000 രൂപ എന്ന് വെച്ചാൽ അതിൽ എത്ര നൂറുണ്ടെന്ന് അറിയോ നിനക്ക്? അറിയാം വല്യേട്ടാ. ഇതിവിടെ മണ്ഡപത്തിലിടാനുള്ള കസേരയുടെ വാടകയാണെന്ന് അച്ഛൻ പറഞ്ഞേ. മണ്ഡപത്തില് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സ്പെഷ്യൽ കസേരയാ. എന്തിനാ സ്പെഷ്യൽ കസേര? സാധാരണ കസേര പോരെ. അച്ഛനെന്താ വട്ടായോ? അതല്ല വല്യേട്ടാ. ഏതല്ല അന്ന്? അച്ഛനോട് പറഞ്ഞേക്കെ ആ കസേര തിരിച്ചയക്കാൻ. 3000 രൂപയൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഹരി, നല്ലൊരു ചടങ്ങിലേക്കല്ലേ എന്നും പറഞ്ഞ് 3000 രൂപ വലിച്ചെറിയാൻ പറ്റുമോ? എന്നാ നീ കൊടുക്ക്. എന്നാ പിന്നെ സ്പെഷ്യൽ കസേര ഒന്നും വേണ്ട. വല്യേട്ടാ, സ്പെഷ്യൽ കസേര വേണമെന്ന് ആവശ്യപ്പെട്ടത് നമ്മുടെ അച്ഛനല്ല, ശിവനങ്കിളാ. അങ്ങേർക്കും വട്ടായോ? എനിക്ക് മനസ്സിലാവാത്തത് 3000 രൂപ എന്നോട് ചോദിക്കുന്നത് എന്തിനാന്നാ? അങ്ങേരാണ് ആവശ്യപ്പെട്ടെങ്കിൽ അങ്ങേര് കൊടുക്കട്ടെ 3000. എന്റെ ലെങ്ങൂല്ല. ആദ്യരോട് പറയാം. അത് പിന്നെ പറയാം, ആദ്യം കാശ് കൊടുക്ക്. അങ്ങനെയാണല്ലേ? ഓക്കെ, തൽക്കാലം ഒരു 3000 എടുത്ത് കൊടുക്കബി, ഞാൻ പിന്നെ തരാം. നീ പിന്നെ തന്നില്ലെങ്കിലും ഞാൻ കൊടുക്കുമായിരുന്നു ഹരി, പക്ഷേ പേഴ്സ് എടുത്തില്ലല്ലോ ഞാൻ. അഭിലാഷേ, നീ പറയുന്നോണ്ടാ ഞാനിത് കൊടുക്കുന്നത്. ആതിരോട് പറഞ്ഞ് ഞാനിത് ആതിരയുടെ അച്ഛൻ്റെ വാങ്ങിക്കും. അങ്ങേര് തന്നില്ലെങ്കിൽ നീ തരേണ്ടി വരും. ഞാനോ? നിശ്ചയം എന്റെ അല്ല, നിന്റെ. നീ കൊണ്ടേ കൊടുക്ക്. 3000 രൂപ ഒരു കസേരയ്ക്ക് 1/2 മണിക്കൂർ നേരത്തെ വാടക. ഇതാ വെള്ളരിക്കപ്പെട്ടോ? എന്തിനാ ഇരിക്കുന്നേ? നിന്നാ പോരെ. അത് വിട് ഹരി. എങ്ങനെ വിടാനാ? ഇതൊന്നും ആതിര അറിഞ്ഞു കാണില്ല. അറിഞ്ഞ അവള് സമ്മതിക്കുകയില്ല. അവളോട് ചോദിക്കണം. എടാ, ഇപ്പൊ ആൾക്കൂട്ടത്തിൽ വെച്ച് നീ ഒന്നും ചോദിക്കാൻ നിൽക്കല്ലേ. പിന്നെ സാവകാശം നിങ്ങൾ തനിച്ച് നിൽക്കുമ്പോ ചോദിക്കും. പക്ഷെ ഞാൻ ചോദിക്കും. 500-ന്റെ 6 നോട്ടുകൾ എണ്ണിക്കൊടുത്ത പോലെ എണ്ണി ഞാൻ ചോദിക്കും. ശിവേട്ടാ, 5 മിനിറ്റിനുള്ളിൽ മണ്ഡപം ഫ്രീ ആവുന്ന നമ്പൂരിപ്പാട് പറഞ്ഞു. എല്ലാവരും അങ്ങോട്ട് നടന്നേക്കാൻ പറഞ്ഞു. അദ്ദേഹം അങ്ങോട്ട് വരും. ശരി ശരി ശരി. ശിവ, മണ്ഡപം ഇപ്പൊ ഫ്രീ ആവും. വാസു കമ്മിറ്റി ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചിരുന്നു. പ്രസിഡന്റ് കേശവൻ നമ്പൂരിപ്പാടും വരുന്നുണ്ട്. എല്ലാറ്റിനും ഒരു ആചാര്യ സ്ഥാനത്ത് നിൽക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി. കുട്ടികളെ അനുഗ്രഹിക്കാൻ അങ്ങനെ ഒരാളുള്ളത് നല്ലതാ. കളി തുടങ്ങാൻ സമയമായി. എല്ലാരും വാ, മണ്ഡപത്തിലേക്ക് പോ. പോവാ.
ദേ പോകുന്നു എന്റെ 3000 രൂപ. എന്താ എന്തൊരു കഷ്ടാടോ. കഷ്ടോ? നമുക്ക് മണ്ഡപത്തിൽ ഇരിക്കാനുള്ള കസേര ഏട്ടാ അത്. അറിയാം, 3000 രൂപ വാടക അല്പം മുമ്പാ ഞാൻ കൊടുത്ത. ശുദ്ധ വേസ്റ്റ്. നിന്റെ അച്ഛന്റെ തീരുമാനമാണെന്നാ പറഞ്ഞ. അതെ, അച്ഛന്റെ ആഗ്രഹമായിരുന്നു അത്. ഇത് ആഗ്രഹമല്ല, ദുരാഗ്രഹ. എന്താ പറഞ്ഞത്? ആദരിക്കെങ്കിലും അങ്കിളോട് പറയായിരുന്നു ഈ അധിക ചെലവ് വേണ്ടെന്ന്. അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി ആ അധിക ചെലവ് നമ്മളങ്ങ് സഹിക്കണം. 3000 രൂപ കൊടുത്തത് അധിക ചെലവാണെന്ന് ചേട്ടന് തോന്നുന്നുണ്ടെങ്കിൽ ആ പൈസ ഞാനങ്ങ് തന്നേക്കാം. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ച. പക്ഷേ ഞാൻ കേട്ടതും ചേട്ടൻ പറഞ്ഞതും അത് തന്നെയാ. ഏയ് ആതിരേ, എന്തു പറ്റി? എല്ലാം കൊള്ളായെന്നാ തോന്നുന്നത്. വേണ്ടായിരുന്നു. ഹരി, അഭിലാഷേ, ഇവിടെ നിൽക്കുകയാണോ? സമയമായി, വേഗം മണ്ഡപത്തിലേക്ക് വാ. ഞാൻ പറഞ്ഞത് ഏറ്റെന്നാ തോന്നുന്നേ. ഹരികൃഷ്ണൻ ആതിരയോട് എന്തോ പറഞ്ഞു. അവള് ദേഷ്യപ്പെട്ട് അവന്റെ അടുത്തുനിന്ന് പിണങ്ങിപ്പോയി. ഇനി മണ്ഡപത്തിൽ വെച്ച് ഹരി പ്രഖ്യാപിക്കുമായിരിക്കും ഒക്കെ നിർത്തിവെക്കാൻ. ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഡാഡി, എല്ലാരും മണ്ഡപത്തിലേക്ക് പോയി. ഓട്ടന്നേ, കറക്റ്റ് ടൈമിൽ നമ്മൾ അവിടെ എത്തി ഒരു പ്രകടനം നടത്തും. എന്താ ഡാഡി ഈ കറക്റ്റ് ടൈം എന്ന് ഉദ്ദേശിച്ചത്? മോതിരം മാറുന്ന നേരം. ആ ചടങ്ങൊക്കെ ഭംഗിയായിട്ട് നടക്കുമെന്ന് ആദ്യം അവരൊന്ന് സന്തോഷിക്കട്ടെ. അതിനുശേഷം കിട്ടുന്ന പ്രഹരത്തിന് അല്പം കനം കൂടും. അത് നല്ലൊരു ഐഡിയ ആണ് ചേട്ടാ. ആ അടി കിട്ടി അവര് പുറത്തു വരുമ്പോ മറ്റൊരടി കൊടുക്കാൻ എന്റെ പിള്ളേര് പുറത്തുണ്ടാവും. പിള്ളേരോ? അപ്പൊ ചന്ദ്രൻ ഉണ്ടാവില്ലേ? ആ നടുവളഞ്ഞ ശിവദാസനെ നേരിടാൻ എന്റെ പിള്ളേര് എന്നെ അധികം. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവനെ കടത്തിക്കൊണ്ടുപോയി ചില ഉരുട്ടൽ വിദ്യയൊക്കെ കൊടുക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചന്ദ്രൻ നേരത്തെ പറഞ്ഞതുപോലെ ആതിരയ്ക്ക് വേദനിക്കണമെങ്കിൽ ആ ശിവദാസന് നേരെ കൈ ഓങ്ങണം. അതായത് ഈ ആയുർവേദക്കാരൊക്കെ പറയുന്നത് പോലെ നല്ലൊരു പഞ്ചകർമ്മ പ്രയോഗം കൊടുക്കണം.